ആത്മാക്കളെ, ശ്രീമദ് വരാപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹം 6-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് പ്രഭാതം മുതൽ മധ്യാഹ്ന സമയം വരെ സ്വാമിജിയുടെ സാന്നിധ്യത്തിലെ ഞാനാണ് കഥാപ്രവചനവും പതിവ് പോലെ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുന്നത്. ഏവരും സഹജ ശ്രദ്ധയോടുകൂടി പങ്കെടുക്കുക. ഭഗവാനെ പ്രകീർത്തിക്കുന്നതിൽ വിഷ്ണു സഹസ്രനാമം, നമുക്കെവിടെയാണ് വിഷ്ണു സഹസ്രനാമം പറയുന്നത്? നമ്മുടെ ഇതിഹാസത്തിലാണ്. മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ ഭഗവത്ഗീത പോലെ തന്നെ ഭീഷ്മോക്തമായ വചനങ്ങളാണ്. എങ്ങനെയാണ് ഭീഷ്മർ പറയാനിട വന്നത്? ഭീഷ്മപിതാമഹൻ മഹാഭാരത യുദ്ധപര്യന്തം ശരവഞ്ചരത്തിൽ കിടക്കുന്ന സമയത്ത് ആകാശമണ്ഡലത്തിൽ നിന്നും സ്വർഗത്തിൻ്റെ ഗണ്ഡം പോലെ പതിച്ചു കിടക്കുന്നതായിട്ടുള്ള ഭീഷ്മപിതാമഹൻ്റെ മുന്നിലേക്ക് യുധിഷ്ഠിര മഹാരാജാവ് പ്രവേശിക്കാനിട വന്നു. എന്താണ് പ്രവേശിക്കാൻ കാരണമായത്? തൻ്റെ രാജ്യം ലഭിച്ചും തനിക്ക് മനസ്സിന് സ്വസ്ഥത വരാത്ത അവസ്ഥ വന്നു. മക്കൾ നഷ്ടപ്പെട്ടവർ, പുത്രന്മാർ നഷ്ടപ്പെട്ട്, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട്, അതുപോലെ സഹോദരന്മാർ നഷ്ടപ്പെട്ട്, തൻ്റെ രക്ഷകന്മാർ നഷ്ടപ്പെട്ട്, ഓരോരുത്തരുടെയും നിലവിളി കേട്ടുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിന് തൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. യുദ്ധപര്യന്തം അങ്ങനെയാണ് രാജ്യത്ത്. അപ്പോൾ ആ കഷ്ടത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനോട് മനസ്സിന് സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷ്ണനാണിത് വരുത്തി വെച്ചത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അർജുന മഹാശയൻ പറഞ്ഞു, ശ്രീകൃഷ്ണ, ഇവിടെ ഏട്ടൻ സമാധാനമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഭഗവാൻ അവിടെ വെച്ച് പറയാൻ പുറപ്പെട്ടപ്പോൾ പറഞ്ഞു, അതെല്ലാം അർജുനനോട് പറഞ്ഞോളൂ, ഇതെല്ലാം എനിക്ക് ബോധിച്ച കാര്യമാണ്. ധർമ്മത്തിൻ്റെ സ്വരൂപമായിട്ടുള്ള അദ്ദേഹത്തിന് ശ്രീകൃഷ്ണ ഭഗവാന്റെ വചനങ്ങൾ കേൾക്കണമെന്ന് തോന്നിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, നമുക്ക് മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകാം. മുത്തശ്ശൻ ഇപ്പോഴും ഉണ്ടോ? അത്ഭുതമായിട്ട് ചോദിച്ചു. അതെ. അങ്ങനെ ഭീഷ്മപിതാമഹൻ്റെ മുന്നിലേക്ക് ചെന്ന് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ്, കോ ധർമ്മ സർവധർമാണാം ഭവത പരമോ മത കിം ജപൻ മുച്യതേ ജന്തുർജന്മ സംസാരബന്ധനാത്. മുത്തശ്ശ, ഏതൊരു ധർമ്മം അനുഷ്ഠിച്ചാലാണോ സർവധർമ്മങ്ങളും അനുഷ്ഠിച്ചതായിട്ടുള്ള ഫലം ശ്രദ്ധിക്കുക. ഏതൊരു ദേവൻ്റെ തിരുനാമം ഉച്ചരിച്ചാലാണോ, ഏതൊരു ഭഗവാനെ ഉപാസിച്ചാലാണോ സകല വിധത്തിലുള്ളതായുള്ള കർമ്മബന്ധനങ്ങളിൽ നിന്നും മോചിതരാവുക, അത് പറഞ്ഞു തരൂ. ഉണ്ണി യുധിഷ്ഠിര, ജഗത് പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവന്നാമ. ഈ ഭഗവാന്റെ പേരാണ് പറയേണ്ടത്. നിങ്ങളെല്ലാം കൂടെ കൊണ്ടു നടന്ന യാദവനാണെന്നും മാത്രമല്ല തൻ്റെ വണ്ടിക്കാരനാണെന്നും തൻ്റെ ബന്ധുവാണെന്നും എല്ലാം നിങ്ങൾ വിചാരിച്ചതായിട്ടുള്ള ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ 1000 നാമങ്ങൾ ഉച്ചരിക്കൂ. ഇങ്ങനെ നമുക്ക് കൃത, ത്രയത, ദ്വാപര, കലി മുതലായിട്ടുള്ള ചതുര്യുഗങ്ങളിൽ കലികാലത്ത് എന്താണ് അനുഷ്ഠേയമായ ധർമ്മം? കാലത്തിനനുസരിച്ചാണല്ലോ നമ്മളെല്ലാം ജീവിക്കുക. മഴക്കാലമാണെങ്കിൽ ആ മഴയത്ത് പോകുമ്പോൾ കുടയെടുക്കും. അതുപോലെ തന്നെ വേനൽക്കാലമാകുമ്പോൾ നമ്മൾ കാല് ചുടാതിരിക്കാൻ ചെരുപ്പിടും. അങ്ങനെ കാലത്തിന് ഋതു എങ്ങനെയാണോ അതനുസരിച്ചാണ് സർവ്വജീവരാശികളും ജീവിക്കുക. അപ്പോൾ അതുകൊണ്ട് കൃതയുഗത്തിൽ ധർമ്മപൂർണ്ണതയ്ക്ക് തപസ്സാണ് അനുഷ്ഠിക്കേണ്ടത്. നേരെ മറിച്ച് ത്രേതായുഗത്തിലോ അങ്ങനെയുള്ളതായിട്ടുള്ള ആ തപസ്സ ആചരിക്കുന്നത് യാഗങ്ങളായിട്ട് അനുഷ്ഠിക്കാനിട വന്നു. ദ്വാപരത്തിലോ വൈദികമായ താന്ത്രികമായ ക്രിയകളിലൂടെ ഭഗവാനെ ഉപാസിക്കാനിട വന്നു. അപ്പോൾ കലികാലത്തോ നാമപാരായണ പ്രീത, നാമജപങ്ങളെക്കൊണ്ടും പാരായണങ്ങളെക്കൊണ്ടും ഈശ്വരനെ ആരാധിക്കാം. അപ്പോൾ സർവർക്കും ഒരുപോലെ സകല വിധത്തിലുള്ളതായിട്ടുള്ള ഗുണങ്ങളും സിദ്ധിക്കുന്ന കാലമായതുകൊണ്ടാണ് പരീക്ഷിത്ത് പോലും കലിയെ നിഗ്രഹിക്കാനിടവരാഞ്ഞത്. മറ്റൊന്നോ പൂന്താനം പറയുകയാണ്, കേരള ഭാഷാകവിയായിട്ടുള്ള പൂന്താനം പറയുകയാണ്, കലികാലത്ത് ജനിച്ച മാനുഷർക്കും കലിക്കും നമസ്കാരം. എന്തേ പറയാൻ കാരണം? മറ്റെല്ലാ ഭൂമികളിലും വെച്ചും ആഗമസ്മൃതി പുരാണവേദ്യരാം യോഗവിത്തുകൾ വസിച്ച ഭാരതം ഭോഗതൃഷ്ണ കലരാത്തൊരുന്നത ത്യാഗശാലികൾ വളർന്ന ഭൂതലം. അപ്പോൾ ഈ ഭാരതഖണ്ഡത്തിനൊരു പൈതൃകമായ സമ്പത്തുണ്ട്. അതെന്താണ്? ഋഷിപ്രമുഖന്മാരായിട്ടുള്ളവർ ഇവിടെ മന്ത്രം വേണ്ടതുപോലെ മനനം ചെയ്തവരാണ്. എങ്ങനെയാണ് അവർക്ക് ഈ സ്തോപാക്ഷരത്തെ ദർശിക്കാനിടവുന്നത്? നമുക്കെല്ലാം സ്വരൂപത്തിലേക്ക് പകർന്നു തരാൻ സാധിച്ചത്? മന്ത്രം സ്തോപസ്വരൂപത്തിലുള്ളതിനെ അർത്ഥരൂപത്തിലെടുക്കണമെങ്കിൽ പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന നാദശാസ്ത്രത്തിൻ്റെ 4 അവസ്ഥകളിൽ
നാലാമത്തെ വർണ്ണരൂപത്തിലാകുമ്പോഴാണ് നമുക്ക് കേട്ടാലും മനസ്സിലാക്കാനുമൊക്കെ ഇടവരുന്നത്. പരയായിട്ടുള്ള അവസ്ഥയെ നമുക്ക് ധരിക്കാൻ പ്രയാസമാണ്. നമ്മുടെ ശരീരത്തിൽ സുഷുപ്തമായിട്ടുള്ള ഭാവമുണ്ട് ഇല്ലേ? നല്ല ഗാഠനിദ്രയിൽ നമ്മൾ അറിവുണ്ടോ? ഒരിക്കലും നമ്മളൊന്നും അറിയുന്നില്ല. അപ്പോൾ നമുക്ക് ഉണർവ് വരുമ്പോഴാണ് എല്ലാം അറിയുന്നത്. അപ്പോൾ അതിനു മുമ്പേ ജീവൻ എന്തൊരു സ്വഭാവമുണ്ട്? ഈ ജാഗരിതാവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പേ സ്വപ്നം എന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ സുഷുപ്തം, സ്വപ്നം, ജാഗരിതാവസ്ഥ, ഇങ്ങനെ 3 അവസ്ഥകളിലാണ് ശരീരം. ഈ അവസ്ഥാത്രയങ്ങളിലൂടെയാണ് നമ്മുടെ ശരീരം എപ്പോഴും കടന്നു പോവുക. അപ്പം അതുകൊണ്ട് കലികാലത്ത് നമുക്ക് ഈശ്വര സേവ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ നാമങ്ങളാണ് ഏറ്റവും പരമപവിത്രമായിട്ടുള്ളത്. ഇത് മഹാഭാരതം എന്നുള്ളത് ഒരു ഇതിഹാസമാണ് അല്ലേ? അതിന് ജയശബ്ദമായിട്ടാണ് പൂർവമായിട്ട് അതിൻ്റെ ശ്ലോകത്തിൽ തന്നെ പറയുക. അപ്പോൾ അതിനെ നമ്മൾ ജയത്തിന് വേണ്ടിയിട്ടാണ് സ്വീകരിക്കുക. എന്താണ് അതിൽ ആപ്തവാക്യമായിട്ട് വേദവ്യാസൻ പറഞ്ഞു വച്ചിരിക്കുന്നത്? അഹിംസയാണ് പരമധർമ്മം. ഇത് പറയാൻ വേണ്ടിയിട്ട് വേദവ്യാസൻ 1,00,000-ൽ പരം ശ്ലോകങ്ങളെ രചിച്ചു. ഈ അഹിംസയാണ് പരമധർമ്മം എന്ന് പറയുന്നത് ആർക്കാണ് സ്വീകാര്യമല്ലാത്തത്? ഏത് മതസ്ഥനും സ്വീകാര്യമല്ലേ? അങ്ങനെ ക്രൈസ്തവനായാലും മുസൽമാനായാലും ഹിന്ദുവായാലും സർവർക്കും അഹിംസയാണ് പരമധർമ്മം. അതുകൊണ്ടാണ് അതിന് എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായൊരു ധർമ്മത്തെയാണ് സനാതനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്ഷയമായിട്ടുള്ള ധർമ്മത്തെ പറയാൻ ശ്രീ വേദവ്യാസ മഹർഷി ഇതിഹാസം രചിക്കുമ്പോൾ അതൊരു രാജ്യത്തിൻ്റെ പേരിലാണ്. ഭാരതം എന്നതൊരു രാജ്യത്തിൻ്റെ പേരാണ്. മാത്രമല്ല നമുക്ക് മറ്റൊരു ഇതിഹാസമുള്ളതോ രാമായണം. ആ രാമായണം ആരുടെയാണ്? ഒരു ഉത്തമ പുരുഷൻ്റെ പേരിലാണ്. അങ്ങനെ ഒരു രാജ്യത്ത് ഉത്തമ പുരുഷൻ്റെ പേരിലും ഒരു രാജ്യത്തിൻ്റെ പേരിലും ഓരോ ഇതിഹാസങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിഹ ശബ്ദത്തിന് ഇവിടെ ഇത് സംഭവിച്ചതാണെന്ന് പറയുന്ന രീതിയിലാണ്. അപ്പോൾ ഇത് കഥകളല്ല, ചമൽക്കാരങ്ങളല്ല എന്നുള്ളതിനെ ഉറപ്പിക്കാൻ വേണ്ടി ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഏകാദശത്തിൽ പറയും, ഭജോ വിഭൂതിർന്ന തു പാരമേഷ്ട്യം. അല്ലയോ പരീക്ഷിത്തെ, ഇത് വെറും വാചക കസർത്തുകളോ കഥകളോ അല്ല. വജോ വിഭൂതിർന്ന തു പാരമേഷ്ട്യം. ഇത് ശ്രേഷ്ഠമായ പരമധർമ്മമാണ്. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ഒരു പുരാണത്തിന് ഉപക്രമോ ഉപസംഹാരോ എന്ന് പറയുന്ന ഗ്രന്ഥസംഖ്യാ ലക്ഷണപ്രകാരം എന്തിലാണോ ആരംഭിക്കുന്നത് അതിൽ തന്നെ നിലനിൽക്കണം, അതിൽ തന്നെ വിലയം പ്രാപിക്കണം. അതാണ് ഗ്രന്ഥം രചിക്കുമ്പോൾ ആത്യന്തികം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിഹാസത്തിൽ വാത്മീകി മഹർഷി രാമ രാമ എന്ന് ജപിക്കൂ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. എന്താണ് കാരണം? അതൊരു ഋഷിയുടെ സന്ദേശമാണ്. തൻ്റെ ജീവിതമാണ് താൻ രാമ എന്ന് ജപിച്ചപ്പോഴാണ് താൻ ഇങ്ങനെയായത്. അതുകൊണ്ട് തൻ്റെ ആദേശത്തെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? തപസ്സനുഷ്ഠിക്കൂ തപോ ബ്രഹ്മയതി തപസ ബ്രഹ്മവിജിജ്ഞാസസ്വ. അപ്പോൾ നമ്മൾ വിചാരിക്കുക കാട്ടിൽ പോയി കണ്ണടച്ചിരുന്നാൽ മതിയോ, ജലാന്തർഭാഗത്തിരുന്നാൽ മതിയോ, ഗിരിഗഹ്വരത്തിലിരുന്നാൽ മതിയോ, അങ്ങനെയൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല. നമുക്കെല്ലാവർക്കും പ്രജാപതി കുറ്റപ്രിയങ്കരന്മാർ, മനോജയത്തിനു തുനിഞ്ഞിടുന്നോർ, അതിനു നിഷ്ഠ അനിവാര്യമല്ലോ, എടുക്കുവിൻ നിഷ്ഠജയം വരിപ്പാൻ. അപ്പം മനോജയത്തിന് എന്താണ് വഴി? നിഷ്ഠയായിട്ടുള്ള ജീവിതമാണ്. നിഷ്ഠയെക്കുറിച്ച് നമുക്ക് എവിടെയാണ് പറയുന്നത്? ചാന്തോക്യം എന്ന് പല സ്ഥലത്തും പല പ്രകാരത്തിലും പറയുന്നുണ്ട് ഋഷിമാർ. ചാന്തോക്യത്തിൽ സനകാദി മഹർഷിമാർ. ചാന്തോക്യം എന്ന് പറയുന്നത് ഒരു ഉപനിഷത്താണ്. അത് 10 ഉപനിഷത്തുകളിൽ പ്രധാനമായൊരു ഉപനിഷത്താണ്. ഈശകേന കടപ്രശ്ന മുണ്ടമാണ്ഡോക്യ തൈതിരി ഐതരേയം ചാന്തോക്യം ബൃഹദാരണ്യകമേവച എന്ന് പറയുന്നതിൽ ചാന്തോക്യം എന്നുള്ള ഉപനിഷത്തിലാണ് ഗായത്രിയാകുന്ന മന്ത്രത്തെ പറയുന്നത്, തത്വമസിയെക്കുറിച്ച് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ഭാരതമന്ത്രത്തെ പറയുന്ന ഒരു ഉപനിഷത്ത് വളരെ പ്രധാനമാണ്. അതിൽ നിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ് നാരദ മഹർഷിയോട് ശനകാദികൾ പറയുന്നത്. എന്താണ് വേണ്ടത്? നിനക്ക് കൃതമുണ്ടായിരിക്കണം. അതായത് നമുക്ക് ഹൃദാധിഷ്ഠിതമായിട്ടുള്ള ജീവിതമുണ്ടായിരിക്കണം, നമുക്ക് നിശ്ചയമുണ്ടായിരിക്കണം, ബലത്തിൽ നിന്ന് നിശ്ചയിക്കാൻ സാധിക്കണം. ഇപ്പോൾ പ്രഭാതത്തിൽ ഉണരുക, 7 ദിവസവും ഇവിടേക്ക് വരിക, നേരത്തെ സ്നാനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമത്തിൽ പങ്കെടുക്കുക. ഇത് നമ്മൾ നിശ്ചയിക്കണ്ടേ? വേറെ ആരെങ്കിലും നമുക്ക് നിശ്ചയിച്ചാൽ പറ്റുമോ? അത് നമ്മൾ സ്വയം നമുക്ക് കൃതമുള്ളവരായിരിക്കണം. എന്നിട്ടോ അങ്ങനെ ആ ബലത്തിൽ നിന്നുള്ള നിശ്ചയമാണ് എന്തായിത്തീരുന്നത്? നിഷ്ഠയായിത്തീരുന്നത്. പിന്നെ നമുക്ക് നിരന്തരമായിട്ട് അത് അനുഷ്ഠിക്കണമെന്ന് തോന്നും. അങ്ങനെ അനുഷ്ഠാനം ചെയ്യുമ്പോഴോ ശ്രദ്ധ ഭവിക്കും. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ധർമ്മമാക്കാൻ
ധർമ്മം നമുക്ക് ആചരിക്കാനും സത്യം നമുക്ക് പറയാനുമുള്ളതാണ്. അപ്പോൾ ഭീഷ്മപിതാമഹൻ മഹാഭാരതത്തിൽ ഇത് മാത്രമാണോ പറഞ്ഞത്? അല്ല. പുരുഷധർമ്മങ്ങളെക്കുറിച്ച്, സ്ത്രീധർമ്മങ്ങളെക്കുറിച്ച്, ബാല്യധർമ്മങ്ങളെക്കുറിച്ച്, സാഹോദര്യധർമ്മങ്ങളെക്കുറിച്ച്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും യുധിഷ്ഠിര മഹാരാജാവിനോട് എങ്ങനെയാണ് രാജാവ് രാജ്യം ഭരിക്കുമ്പോൾ തൻ്റെ കോശം നിലനിർത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുകയാണ്. അത് സങ്കടപ്പെട്ട് തനിക്ക് കഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവശത കൊണ്ട് ജീവിക്കേണ്ടവരല്ല. നമ്മൾ ഓരോരുത്തരും പ്രായമായി ഇനിയൊന്നും ചെയ്യാനില്ല, അങ്ങനെയല്ലേ പറയുക? ഇനി എന്ത് ചെയ്യാനാ? പ്രായമായില്ലേ? ചെറുപ്പക്കാരെന്താ പറയുക? കുട്ടിക്കാലത്ത് ഇനി എത്രയോ കാലമുണ്ട്, ഇപ്പം തന്നെ ഈശ്വരനെ സേവിച്ച് രുദ്രാക്ഷം ധരിച്ച് കാട്ടിപ്പോയിരിക്കണോ? എത്ര ഭോഗങ്ങൾ അനുഭവിക്കാനുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് അവസാന സമയത്ത് പോരെ. പക്ഷെ നമ്മുടെ ഋഷിമാർ അങ്ങനെയല്ല. ഓരോ ആശ്രമങ്ങളും പ്രത്യേക ധർമ്മങ്ങളെ അനുഷ്ഠിക്കാനാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 ആശ്രമങ്ങളെക്കുറിച്ചും ഭഗവാൻ ഭാഗവതത്തിൽ ഏകാദശത്തിൽ 17, 18 മുതലായ അധ്യായങ്ങൾ പറയുന്നുണ്ട്. ഇനി അതുകൂടാതെയോ മഹാഭാരതത്തിൽ യയാതി മഹാരാജാവ് എങ്ങനെയാണ് ഒരു ബ്രഹ്മചാരി തൻ്റെ ഗുരുവിൻ്റെ സമീപത്തേക്ക് പോയാൽ അനുഷ്ഠിക്കേണ്ടത്, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ഗുരു ഉണരുന്നതിന് മുമ്പേ നമ്മൾ ഉണർന്നിരിക്കണം. ഗുരു ഉറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭൗതികമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ അദ്ദേഹത്തെ പരിചരിക്കാൻ സാധിക്കണം. പിന്നൊരു കാര്യം പറയുകയാണ്, എപ്പോഴാണോ പറയുന്നത് ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. അല്ലാതെ പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. അതിന് ചാന്തോക്യം എന്നുള്ള ഉപനിഷത്ത് തന്നെ ഒരു കഥയായിട്ട് പറയുന്നുണ്ട്. ജനശ്രുതൻ്റെ വംശത്തിൽ ജാനശ്രുതി എന്ന് പറയുന്ന മഹാരാജാവ്. ജാനശ്രുതി മഹാരാജാവ് മഹാദാനിയാണ്, അനേക യജ്ഞങ്ങൾ അനുഷ്ഠിച്ച ആളാണ്. പക്ഷേ അദ്ദേഹം രൈക്വൻ എന്ന ആത്മജ്ഞാനിയിൽ നിന്നാണ് തൻ്റെ ആത്മജ്ഞാനത്തെ നേടുന്നത്. പക്ഷേ അദ്ദേഹം കൊടുക്കുന്ന വിഭവങ്ങളോ അനേക സമ്പത്തും അനേക ദ്രവ്യങ്ങളും എല്ലാം ദാനമായിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങയിലുള്ളതായിട്ടുള്ള ആത്മജ്ഞാനത്തെ എനിക്ക് തരൂ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ ധനം, ദ്രവ്യം മുതലായിട്ടുള്ളതെല്ലാം നിനക്ക് തന്നെ ഇരിക്കട്ടെ ശൂദ്ര. ക്ഷത്രിയനാണെന്നും രാജ്യം ഭരിക്കുന്ന രാജാവാണെന്നും ലക്ഷണങ്ങൾ കണ്ടാൽ അറിയില്ലേ? എന്നിട്ട് പോലും അദ്ദേഹം പറയുകയാണ്, നീ ശൂദ്രനാണ്. എന്താണ് നിന്റെ ശൂദ്ര ബുദ്ധി? ഈ ധനം കൊടുത്തു കഴിഞ്ഞാൽ ഈ ആത്മവിദ്യ ലഭിക്കും എന്നുള്ള ബുദ്ധി. അതുകൊണ്ടാണ് ആഴി ചൂഴും ഒരീ ഭൂമി ധനപൂർണം കൊടുക്കിലും ഈ ദാനം എത്രയോ താഴെ ബ്രഹ്മവിദ്യയതുല്യമാം. അത് തന്നെ സമർപ്പിക്കലാണ്. അതല്ലാതെ ഈശ്വരൻ വിഭവങ്ങൾ കൊടുത്തിട്ട് ഈശ്വരൻ പ്രസാദിക്കുമോ? അത് ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ സന്തോഷമായിട്ടും സൗകര്യമായിട്ടും ഇരിക്കും, അങ്ങനെയാണ് ദേവയജ്ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. പക്ഷേ നമുക്കോ ഇവിടെ മാത്രമല്ല, ജീവന് അനേക ജന്മസംപ്രാപ്തോ ഭഗവാൻ പറയുന്നില്ലേ, ജന്മാർജിതമായിട്ട് നമ്മളെല്ലാം നേടിവെച്ചതായിട്ടുള്ള സുകൃതകർമ്മങ്ങളും പാപകർമ്മങ്ങളും കൊണ്ട് ജീവൻ പലവിധത്തിലുള്ളതായിട്ടുള്ള ദേഹങ്ങൾ ധരിക്കുന്നു. പക്ഷേ ഒരു യോഗി എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത്? ആമയെങ്ങനെ അംഗങ്ങൾ കൈകാലുകൾ അതൊക്കെയും എങ്ങനെയാണോ തൻ്റെ കൈകാലുകളെ ആമ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക, അതേപോലെ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഇതൊന്നും തന്നെ ബന്ധിക്കാത്ത വിധത്തിൽ ഉൾവലിഞ്ഞ് ജീവിക്കാൻ. ബഹിർമുഖം മാനസമിന്ദ്രിയങ്ങൾ മടങ്ങി അന്തർമുഖമായിടുമ്പോൾ ധരിച്ചിടും മന്ത്രനിഗൂഢസാരം. തൻ്റെ ഉള്ളിലേക്കാണ് താൻ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ധർമ്മപുത്ര മഹാരാജാവിനോട് വിതുരമഹാശയനും ഭീഷ്മപിതാമഹനും എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതെന്താണ് കാരണം? പ്രായമായി എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല, ഇനി ചെറുപ്പമാണ് അങ്ങനെയും വിചാരിക്കേണ്ട കാര്യമില്ല. അത് കാലം തന്നെ നമ്മളിൽ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കും. ബാല്യാവസ്ഥ വിട്ട് കൗമാരം വരും, യൗവനം വരും, ജരാനര വരും. ഇങ്ങനെ പ്രഹ്ലാദകുമാരൻ പറയുന്നത് പോലെ നമുക്ക് 6 ഘട്ടങ്ങളാണ് ജീവിതത്തിന്. അസ്തിത്വം മുതൽ വിപരിണമതേ മുതലായിട്ടുള്ള കർമ്മങ്ങൾ പൂണ്ട് അതിനെ ജീർണത എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതിനിടയ്ക്ക് എന്തോ നേടി അറിയില്ല മരിപ്പോളം നമ്മളാരും, എന്തോ നഷ്ടപ്പെടാനുണ്ടെന്നറിഞ്ഞേ പറ്റൂ. നമുക്കെന്താണ് നഷ്ടപ്പെടാനുള്ളത്? ഈ മനുഷ്യജന്മം. അതെങ്ങനെയാണ്? കുഞ്ചനമ്പ്യാർ മണിപ്രവാളത്തിൽ പറയുകയാണ്, ജലത്തിലെ പോളകൾ എന്ന പോലെ ചലം മനുഷ്യർക്കു ശരീരബന്ധം, കുലം ബലം പുത്രകളത്രജാലം, ഫലം വരാ മൃത്യുവരും ദശായാം. മരണമാസന്നമായ സമയത്ത് ഇതൊന്നും നമുക്ക് ഉപകരിക്കില്ലല്ലോ. അതുകൊണ്ട് പ്രായമല്ല മനുഷ്യനിങ്ങു പക്വതയ്ക്കു നിദാനമായി, ശ്രേയമാണത്
ഹൃത്തടത്തിനകത്തു ചേർന്ന വിശുദ്ധിയാം 100 വർഷം ഇരിക്കിലും അതിന്മേലെ ഇങ്ങു വസിക്കിലും ബാലഭാവമകന്നിടാത്തവരെത്രയോ ഭുവിയുണ്ടകോ. ചെറിയ കുട്ടികൾ കളിപ്പണ്ടങ്ങളെ വെച്ച് കളിക്കുന്നത് പോലെ നമ്മൾ കാലമാഗതമായാലും അതിൽ ശ്രദ്ധിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ശ്രേയസ് ഉണ്ടാവുക? അപ്പം അതുകൊണ്ട് കാലം അനുകൂലമാക്കേണ്ടത് നമ്മുടെ കയ്യിലാണ്. അതിനാണ് കൃതത്രേത ദ്വാപരങ്ങളിൽ ഇല്ലാത്ത വിധത്തിൽ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ മതി, അമ്മയുടെ നാമങ്ങൾ ഉച്ചരിച്ചാൽ മതി. ഇങ്ങനെ ഭൂഖണ്ഡത്തിൽ ജനിച്ച്, ഈ ഭാരതഖണ്ഡത്തിൽ ജനിച്ച് നമ്മൾ നമ്മളിലേക്ക് ശ്രദ്ധിക്കാതെ ജീവിക്കുകയാണെങ്കിൽ അത് കഷ്ടപ്രദമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളോട് വളരെ പൂർവാചാര്യന്മാരെല്ലാം ഭാഗവതത്തെ ഭക്തിരസത്തോടു കൂടിയിട്ടാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ വേദവ്യാസൻ ഉദ്ഘോഷിച്ച മന്ത്രം ഏതാണ്? ഭാഗവതത്തിൽ ജന്മാദ്യസ്യ യദോന്വയായിതരതശ്ചാർത്തേഷഭിജ്ഞസ്വരാട് എന്നാണ് വർണ്ണിച്ചത്. ജന്മാദ്യസ്യ യദഹ എന്നുള്ള മന്ത്രം എവിടെയാണ്? ബ്രഹ്മസൂത്രം എന്ന് പറയുന്നതായിട്ടുള്ള കൃതിയിൽ 2ാമത്തെ മന്ത്രമാണ്. ബ്രഹ്മസൂത്ര ഭാഷ്യകാരകനായിട്ടുള്ള വേദവ്യാസ മഹർഷി ജശബ്ദം കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ജന്മാദ്യസ്യ യദഹ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന മന്ത്രം കഴിഞ്ഞാൽ അടുത്ത മന്ത്രമാണ് ജന്മാദ്യസ്യ യദഹ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ എവിടെയാണ് ജീവിച്ചത്? ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ജീവിച്ചു. അപ്പോൾ ബ്രഹ്മിഷ്ഠനായിട്ടുള്ള ഒരാൾ ഭഗവാനെ തൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ പൂജിക്കുന്നത് ജ്ഞാനി തന്നേക പൂജനം. ഭഗവാൻ പറയുകയാണ്, എന്നെ പൂജിക്കുന്നത് പോലെ തന്നെയാണ് വളരെ ജ്ഞാനിയായിട്ടുള്ള ഒരാളെ ആരാധിക്കുന്നതും പൂജിക്കുന്നതും. എന്തേ ഭഗവാൻ ജ്ഞാനിയുടെ ഭക്തി ഇഷ്ടമാണെന്ന് ഭഗവത്ഗീതയിൽ പറയാൻ കാരണം? ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച പരദർശഭ. എന്നെ ആശ്രയിക്കുന്നവർ പല വിധത്തിലാണ്. ആർത്തന്മാരായിട്ടുള്ളവർ, അർത്ഥാർത്ഥികളായിട്ടുള്ളവർ, ജിജ്ഞാസുക്കളായിട്ടുള്ളവർ, ഇങ്ങനെ പലരും എന്നെ ആശ്രയിക്കും. പക്ഷേ ജ്ഞാനീ ച പരദർശഭ, ജ്ഞാനിയുടെ ഭക്തി എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇഷ്ടക്കേടാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, അത് നമ്മൾ വിചാരിക്കുകയെന്നേ ഉള്ളൂ. പക്ഷേ ഭഗവാന് ജ്ഞാനിയോട് ഇഷ്ടമാണെന്ന് പറയാൻ കാരണം എന്താണ്? ഇന്നതിന് വേണ്ടി, ഇന്ന ലാഭത്തിന്, ഇന്ന സമയത്ത് അങ്ങനെ യാതൊരു വിധത്തിലുള്ളതായിട്ടുള്ള നിഷ്ഠകളുമില്ലാതെ സദാകാലവും ഭഗവാനെ ആശ്രയിക്കണമെന്ന ചിത്തത്തോടുകൂടി അനുവർത്തിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഭഗവാനെ ആശ്രയിക്കലാണ് മനുഷ്യധർമ്മം. ഭോഗതൃഷ്ണ കലരത്തൊരുന്നത ത്യാഗശാലികൾ വളർന്ന ഭൂതലം. അതുകൊണ്ടാണ് ഈശാവാസ്യം എന്ന ഉപനിഷത്തിലെ ഏറ്റവും ആദ്യ മന്ത്രത്തിൽ തന്നെ ഈശൻ നിറഞ്ഞു നിൽക്കുന്നു ഓതപ്രോതം ജഗത്തിതിൽ, ഈശൻ തന്നോരു വിത്തത്താൽ ജീവിച്ചോ വയ്ക്കൊലാ വിത്തത്തിലാഗ്രഹം. എന്താണ് ഈശ്വരൻ തന്ന വിത്തം? ശരീരമാകുന്ന വിത്തം. ഈ ശരീരമാകുന്ന വിത്തം കൊണ്ട് ധർമ്മകർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണ്. ഇതിന് ധർമ്മവൃക്ഷമാണെന്നാണ് മഹാഭാരതം പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വൃക്ഷങ്ങൾ, ഫലങ്ങൾ എങ്ങനെയാണ്? ധാരാളം ഫലങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ശിഖരങ്ങൾ താഴേക്ക് വരും. ഇതുപോലെയാണ് മനുഷ്യന് സകല ഗുണങ്ങളും നമ്മളിൽ വന്ന് ഭവിക്കുമ്പോൾ നമുക്ക് വിദ്യാ വിനയ സമ്പന്നേ, അങ്ങനെയുള്ള ആൾക്കാർ എന്തുണ്ടാവുക? പണ്ഡിത സമദർശിന എന്നുള്ള അവസ്ഥ ഉണ്ടാവുക. അത് ഭഗവാൻ പറയുന്ന ഈ ജ്ഞാനിയുടെ ലക്ഷണമാണ്. ഇല്ല ഞാൻ തീർത്ത കൈലാസ വൈകുണ്ഠങ്ങളിലൊന്നിലും. എവിടെയാണ് ഞാനിരിക്കുന്നത്? ജ്ഞാനിതൻ ചിത്തതാരിലും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഭഗവാൻ കുടികൊള്ളുന്നതായിട്ടുള്ള നമ്മുടെ ശരീരം ക്ഷേത്രമായി തീരണമെങ്കിൽ ക്ഷേത്രജ്ഞനായിട്ടുള്ള ഭഗവാൻ നമ്മളിലൂടെ പ്രവർത്തിക്കും. അതിന് ഭാരതഖണ്ഡത്തിൽ ഋഷിമാർ അനേക മന്ത്രങ്ങൾ പ്രദാനം ചെയ്തിട്ടുണ്ട്. സ്തോഭാക്ഷരത്തെ ദർശിച്ചവരാണ് മന്ത്രങ്ങളെല്ലാം പ്രദാനം ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് അവർ സ്വരൂപത്തെ പറയുന്നത് ധ്യാനിക്കാൻ വേണ്ടിയിട്ട്. ഈ സൂര്യഭഗവാന് അഗ്നിയാണ്, ജലമാണ് എന്നെല്ലാം പറയുന്നതായിട്ടുള്ള അനേക പര്യായ പദങ്ങൾ. അങ്ങനെ അതിന് 2 ഭാവങ്ങൾ ചേരുമ്പോഴാണല്ലോ നമുക്ക് മഴ ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും സിദ്ധാന്തങ്ങൾ മാത്രമല്ല, ബാക്കി അനേക വസ്തുക്കൾ ഉണ്ടായിരിക്കാം. നമ്മൾ അത്രയും ദർശിച്ചുള്ളൂ എന്ന് മാത്രം. അപ്പോൾ സൂര്യനെ വാഴ്ത്തുമ്പോൾ അവർ അതിനെ അർക്കൻ എന്നൊരു പര്യായ പദം പറയും. ആദിത്യൻ, അങ്ങനെ ഇനൻ, ഉദയൻ, ഇങ്ങനെ സ്വരാക്ഷരങ്ങളിലൂടെ മുഴുവൻ സൂര്യഭഗവാന് പേരുകളാണ്. അങ്ങനെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം നാമരൂപത്തിൽ ഈശ്വരമൂർത്തികൾക്ക് പ്രയോഗിക്കാൻ അവരുടെ ഈ ദർശനമാണ് കാരണമായത്. അപ്പം അതുകൊണ്ട് അവർ ഒരു റിഫൈനറിക്കും സാധിക്കാത്ത വിധത്തിലുള്ളതായിട്ടുള്ള ശുദ്ധീകരണം തൻ്റെ ശരീരത്തെ തന്നെയാണ് ശുദ്ധീകരിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ വാചികമായ തപസ്സുണ്ട്, മാനസികമായ തപസ്സുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ 17ാമത്തെ അധ്യായത്തിൽ ആഹാരശുദ്ധിയെക്കുറിച്ച് പറയും. എന്തിനാണ് ആഹാരശുദ്ധിയെ പറയുന്നത്?
ആഹാരശുദ്ധിയാൽ ചിത്തശുദ്ധി, ചിത്തം വിശുദ്ധമാകുമ്പോൾ ഉണ്ടാം ധർമ്മപ്രകാശവും. വനാന്തരത്തിൽ പോയിട്ട് ഋഷിമാരായിട്ടുള്ളവരെ തൻ്റെ അന്തേവാസികളായിട്ടുള്ള കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക, വെള്ളം കുടിക്കുന്നതായിട്ടുള്ള മൃഗങ്ങളെ നോക്കാൻ പറയും. വെള്ളം കുടിക്കുന്ന മൃഗങ്ങളിൽ ധാരാളം ജലമുണ്ടെങ്കിലും ഈ പുലി, കടുവ, സിംഹം മുതലായിട്ടുള്ളവരൊക്കെ എങ്ങനെയാണ് വെള്ളം കുടിക്കുക? അവരൊക്കെ നാവ് കൊണ്ട് നക്കിയിട്ടാണ് കുടിക്കുക, അല്ലേ? നേരെ മറിച്ച് കലമാനാണെങ്കിലും കാട്ടുപോത്താണെങ്കിലും ആനയാണെങ്കിലും അവരെല്ലാം വെള്ളം എങ്ങനെയാണ് കുടിക്കുക? അവരെല്ലാം വെള്ളം വലിച്ചു കുടിക്കും, അല്ലേ? അങ്ങനെ വെള്ളം വലിച്ചു കുടിക്കുന്നവർ ഏതാഹാരമാണ് കഴിക്കുക? സസ്യാഹാരങ്ങളാണ് കഴിക്കുക. ഈ നക്കി കുടിക്കുന്നവരോ അവരൊക്കെ മാംസാഹാരമാണ് കഴിക്കുക. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? അവരുടെ ബുദ്ധി സ്ട്രാറ്റർജി ബുദ്ധിയാണ്. പതിയിരുന്ന് ആക്രമിക്കുക, മാൻപേയുടെ പുല്ല് തിന്നുമ്പോൾ പതിയിരുന്ന് ആക്രമിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആഹാരം കൊണ്ടാണ് ചിത്തശുദ്ധി വരുന്നത്. ചിത്തം വിശുദ്ധമാകുമ്പോഴാണ് ധർമ്മപ്രകാശമുണ്ടാകുന്നത്. അപ്പം അതിന് ഒരു ക്രമപദ്ധതി അവർ നമുക്ക് അനുഷ്ഠേയമായിട്ടുള്ള അനേക സ്മൃതികളിൽ, ശ്രുതിപ്രയുക്തമായിട്ടുള്ള മന്ത്രങ്ങളിലെല്ലാം പറയുന്നുണ്ട്. ശ്രുതികൾ ഒരിക്കലും മാറ്റമില്ലാത്തതും സ്മൃതികൾ അതാത് കാലത്തിനനുസരിച്ച് യാജ്ഞവൽക്യ സ്മൃതി, വിഷ്ണു സ്മൃതി, മനുസ്മൃതി, അങ്ങനെ അനേക സ്മൃതികളുണ്ട്. സ്മൃതികാരകന്മാരെല്ലാം കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിക്കാനുള്ള ധർമ്മങ്ങളാണ് അതിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്തുണ്ടായിരിക്കണം? നമുക്ക് ആദ്യം സ്വയം അധ്യയനം ഉണ്ടായിരിക്കണം. സ്വാധ്യായം ച. ആ സ്വാധ്യായം എന്തായിരിക്കണം? പ്രവചനം ച. താൻ എന്താണോ പ്രവചിക്കുന്നത് അത് തനിക്ക് ആചരണമായിരിക്കണം. നമ്മൾ നാമം ജപിക്കാതെ മറ്റൊരാളോട് നാമം ജപിക്കൂ എന്ന് പറയാൻ പാടില്ല. നമ്മൾ ഈശ്വരനെ സേവിക്കാതെ മറ്റൊരാളോട് ഈശ്വരനെ സേവിക്കൂ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ എന്താണോ അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ടാണ് തൈത്തിരീയോപനിഷത്തിൽ ദമായന്ത ബ്രഹ്മചാരിണ സ്വാഹ, ശമായന്ത ബ്രഹ്മചാരിണ സ്വാഹ. ശമദമങ്ങൾ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ആ വിദ്യാർത്ഥികൾ, ബ്രഹ്മചാരിമാർ എൻ്റെ ആശ്രമ സവിധത്തിലേക്ക് വരട്ടെ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തന്നെ. പോകുമ്പോൾ, സമാവർത്തനം കഴിഞ്ഞ് പോകുമ്പോഴോ അദ്ദേഹം നല്ലൊരു ഉപദേശം കൊടുക്കും. നിങ്ങളെങ്ങനെയാണ് ലോകത്ത് ജീവിക്കേണ്ടത്, സ്വയം അധ്യയനം ചെയ്തത് നിങ്ങളെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ആചരിക്കണം. നിങ്ങൾക്കതുകൊണ്ട് എന്നും സ്വാധ്യായം ഉണ്ടായിരിക്കണം, എന്നും ആചരണമുണ്ടായിരിക്കണം, എന്നും പ്രവചനമുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് ഈശ്വരനെ കുറിച്ചായിരിക്കണം. അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹൻ ശാരീരികമായിട്ട് താൻ തളർന്നു കിടക്കുകയാണ്. തൻ്റെ രക്തമെല്ലാം മറന്നുകൊണ്ടിരിക്കുകയാണ് മുറിവേറ്റ വ്രണങ്ങളിൽ നിന്ന്. പക്ഷേ തൻ്റെ ഹൃദയത്തിലോ വിശുദ്ധി വന്ന് താൻ ഭഗവാനെ തൻ്റെ വിജ്ഞാനം എന്നുള്ള മണ്ഡലത്തിൽ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിൻ്റെ മേലെയായിട്ടുള്ള മാനസാവസ്ഥയും വിജ്ഞാനാവസ്ഥയും ഒന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ അതൊരു യോഗിക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് ആ യോഗി, ഭീഷ്മപിതാമകൻ വിജ്ഞാനമണ്ഡലത്തിൽ വെച്ച് ഭഗവാനെ സ്തുതിക്കുകയാണ്. അങ്ങനെയല്ലേ ഭീഷ്മസ്തുതിയല്ലേ നമുക്ക് ആദ്യം കാണുക. അപ്പോൾ ഈ ഭാഗവതത്തെ അനുഷ്ഠിക്കുമ്പോൾ രണ്ടാമത്തെ ശ്ലോകം എന്താണ് പറയുക? ധർമ്മപ്രോജ്ജിത കൈതപുത്രപരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. അപ്പോൾ ഇത് പ്രോജ്ജിതമായിട്ടുള്ള ധർമ്മമാണ് എന്ന് പറയുമ്പോൾ പ്രോജ്ജിതമല്ലാത്ത ധർമ്മങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ നമുക്ക് തോന്നിപ്പോകാം. അതെന്താണ് പ്രോജ്ജിതമല്ലാത്ത ധർമ്മങ്ങളുണ്ടെന്ന് പറയാൻ കാരണം? ശ്രീരാമകൃഷ്ണദേവൻ ഒരു കഥ പറയും. അതായത് ഒരാൾ ധാരാളം പശുവിൻ നെയ്യ് വലിയ വലിയ ജാറുകളിലാക്കി തൻ്റെ കടയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വലിയ ബോർഡ് എഴുതി വെച്ചു, ശുദ്ധമായ പശുവിൻ നെയ്യ് വിൽക്കപ്പെടും. അപ്പോൾ എല്ലാവരും അതിങ്ങനെ വായിക്കും. അപ്പോൾ ഒരാൾ ചോദിച്ചു, പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ശുദ്ധമല്ലാത്ത വസ്തു ആരെങ്കിലും വാങ്ങുമോ? താൻ ഈ ശുദ്ധമായ പശുവിൻ നെയ്യ് എന്ന് പറയുമ്പോൾ ഈ അശുദ്ധമായത് അതിലെന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം വരില്ലേ? അതുകൊണ്ട് പശുവിൻ്റെ നെയ്യ് വിൽക്കുന്ന എഴുതിയാൽ പോരെ. അപ്പോൾ അയാൾ ശുദ്ധമായ എന്നുള്ള വാക്ക് മാറ്റി. ശരിയാണല്ലോ, അതിന് അശുദ്ധി ഉണ്ടോ എന്ന് തോന്നിപ്പോകും. അപ്പോൾ ശുദ്ധമായ എന്നുള്ള ബോർഡ് മാറ്റും, പശുവിൻ നെയ്യ് വിൽക്കപ്പെടും. അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്, അല്ല ഇങ്ങനെ ജാറിൽ നിറച്ച് വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയില്ലേ അത് വിൽക്കാനുള്ളതാണ്, അങ്ങക്ക് കുടിക്കാനുള്ളതല്ല എന്നുള്ളത്? നമ്മൾ കടയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ബോർഡിൽ ധാരാളം വെച്ച് കഴിഞ്ഞാൽ അറിയും അതിന് വില എത്രയാണ് എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ വിൽക്കപ്പെടും എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ വിൽക്കപ്പെടും എന്നുള്ള ബോർഡും വായിച്ചു. പിന്നെന്താണ്? പശുവിൻ നെയ്യ് മാത്രമായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത് പശുവിൻ്റെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? കാളയുടെയോ പോത്തിൻ്റെയോ ഒന്നും അല്ലല്ലോ നെയ്യ് ഉണ്ടാക്കി വെക്കുന്നത്. പശുവിൻ്റെ പാല് കറന്ന് ഉറകുത്തി തൈരാക്കി കടഞ്ഞെടുത്ത് വെണ്ണയുരുക്കി നെയ്യാക്കി ഇതിങ്ങനെ ജാറിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് സ്നേഹം എന്നാണ് പറയുക. നെയ്യിൻ്റെ പര്യായ പദമാണ്. അതാണ് നമ്മൾ ദേവന്മാർക്ക് ഹവിസ്സെല്ലാം സമർപ്പിക്കുമ്പോൾ നെയ്യാണ് ഹോമിക്കുക, അല്ലേ? ഏറ്റവും കൂടുതൽ സ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ട് ആ നെയ്യാണ് എന്നുള്ള കാര്യം അറിയില്ലേ?
പശുവിൻ്റെ ആന്ന് പ്രത്യേകിച്ച് പറയണോ? അപ്പോൾ പശു എന്നുള്ള ബോർഡും മാറ്റി കളഞ്ഞു. പിന്നെന്താ ഉള്ളത്? നെയ്യ്. അത്രേ ജാറിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ പരസ്യവാചകങ്ങളായിരുന്നു, ഉപോത്ബലകമായിട്ടുള്ള ചേർക്കലുകളായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഭാഗവതത്തിൽ മറ്റെല്ലാ വിധത്തിലുള്ള പുരാണങ്ങളെക്കാളും പ്രോജ്ജിതമായിട്ടുള്ള ധർമ്മമാണ് ഇത് എന്ന് വേദവ്യാസൻ എടുത്തു പറഞ്ഞു. മറ്റുള്ളതെല്ലാം പല സ്മൃതികാരകന്മാരുടെയും ഒക്കെ ചിലപ്പോൾ അതിലേക്ക് അഡീഷണലായിട്ട് വന്നിട്ടുണ്ടാവും, പ്രക്ഷിപ്തമായിട്ടുള്ള ശ്ലോകങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും. പക്ഷേ ഭാഗവതത്തിൽ ഇത് പ്രോജ്ജിത ധർമ്മമാണ്, ഇത് വിശുദ്ധമാണ് എന്ന് വേദവ്യാസൻ തന്നെ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ ആധ്യാത്മിക ശാസ്ത്രത്തെ ഉപാസിക്കാനാണ് നമ്മൾ ശ്രീമദ് ഭാഗവതം ഇവിടെ വയ്ക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ശ്രീമദ് ഭാഗവതത്തെ പാരായണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കാർക്കും മനസ്സിലാവണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. സ്വാമിജിക്ക് പറയാൻ സമയം ഉണ്ടാവണമെങ്കിൽ ശ്ലോകങ്ങളെല്ലാം പാരായണം ചെയ്യണം. അപ്പോൾ ആ ശ്ലോക പാരായണമാണ് മന്ത്രപൂരിതമായിട്ട് വേദവ്യാസൻ പറയുകയാണ്, ഇത് ഋഗ്വേദത്തിനും യജുർവേദത്തിനും സാമവേദത്തിനും തുല്യമാണ്. നിഗമകൽപ്പതരോർഗളിതം ബലം ശുഖമുഖാദാമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഗോ രസിക ഭുവി ഭാവുകാഹ. അപ്പോൾ നമ്മളെല്ലാം രസിക എന്നുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക, ഓ നമുക്ക് രസിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, തമാശകളും അതല്ലെങ്കിൽ ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള രസിക എന്നുള്ള പദമല്ല. വേദത്തിൽ അങ്ങനെ രസിക എന്നുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ വേദത്തിൻ്റെ ഏറ്റവും ജ്ഞാനബലത്തിൽ നമ്മളെ ചിരിപ്പിക്കാനോ നമ്മളെ പ്രത്യേകിച്ച് രോമാഞ്ചം വരുത്താനോ ഉള്ള വിധത്തിലുള്ള ചമൽക്കാരങ്ങളൊന്നും ആവശ്യമില്ല. ശ്രുതിപ്രിയമായിട്ടുള്ള മന്ത്രങ്ങളൊന്നും കാണില്ല. അപ്പോൾ പിന്നെ എന്താണ് രസിക എന്ന് ഉദ്ദേശിച്ചത്? നിഗമകൽപ്പതരോ, നിഗമം എന്ന് പറഞ്ഞാൽ വേദം. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ ആയിട്ടുള്ള ആ കൽപ്പതരുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഫലമാണ്. ഇതിൻ്റെ തൊലിയും കുരുവെല്ലാം കളഞ്ഞ് ഇതിനെ ദ്രവരൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ ദ്രവരൂപത്തിലായിട്ടുള്ളത് നമ്മൾ നാവിനോട് ചേർക്കണമെന്നില്ല. കർണരസായനം, ഇത് കാതുകളിലൂടെ കേട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ നമ്മളതിനെ കേൾക്കണം. അങ്ങനെ ആ പാരായണം ചെയ്യുമ്പോൾ കേൾക്കുക എന്നുള്ളതും ഒരു ധർമ്മമാണ്. എന്നിട്ട് പറയുകയാണ് രസിക ഭുവി ഭാവുകാഹ. ഇതെവിടെയാണ് നമുക്ക് പറയുന്നത് ഈ രസ സമ്മേളനങ്ങളെക്കുറിച്ച്? ചാന്തോക്യോപനിഷത്തിൽ 2ാമത്തെ മന്ത്രം, ഏഷാം ഭൂതാന പൃഥ്വീരസ പൃഥിവ്യാം ആപോരുഷ അപാം ഓഷധയോ രസ എന്ന് പറയുന്നൊരു മന്ത്രമുണ്ട്. അതെന്താണ്? അതിൻ്റെ മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ ഗുരുനാഥൻ ഉപനിഷത്തിന് വ്യാഖ്യാനം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഭൂതപ്രപഞ്ചത്തിനു ഭൂമി സാരം, ഭൂമിക്കു സാരം ജലമാണു പോലും, ജലത്തിനോ ഓഷധിയാണു സാരം, മനുഷ്യനോ സാരമതോഷധിക്കും, മനുഷ്യനിൽ സാരമതാണ് വാക്ക്, വാക്കിനൊറുക്കാണ് ധരിക്ക സാരം. അപ്പോൾ അങ്ങനെ ഹൃദാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആരാണ്? മനുഷ്യരാണ്. അതെന്താണ് മനുഷ്യന് സാരവത്തായിട്ടുള്ളത്? ഈ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഏത് ഘടകമാണ്? ജലമാണ് ശരീരത്തിൽ. അപ്പോൾ ആ ജലത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണ്? ഔഷധികൾ, സസ്യജാലങ്ങൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിനും അതേ ഇലക്കറികൾ, സസ്യജാലങ്ങൾ, അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അമൃതമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ വെച്ചോ മനുഷ്യനിൽ സാരമതാണ് വാക്ക്. അപ്പോൾ വാക്കിനു സാരം അത് ഋക്കാണ്. ഋതാധിഷ്ഠിതമായിട്ടുള്ള വാക്കുകൾ സാമം സ്വരത്തിൽ പരിപൂർത്തിയേൽപ്പൂ. അങ്ങനെ ഈ സമരസപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രസസമ്മേളനങ്ങളെക്കുറിച്ച് ഭൂതപ്രപഞ്ചത്തിനു ഭൂമി സാരം. ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരതത്വം, അതിൽ നമുക്ക് ജലമാകുന്ന ഘടകം, അതിൽ നമ്മുടെ രോമകോപങ്ങളെല്ലാം നമ്മുടെ വിസർപ്പങ്ങളായിട്ട് പുറത്തേക്ക്, നമ്മുടെ ദുർമേധസ്സുകളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആഹാരങ്ങൾ എങ്ങനെയാണ് കൊടുക്കുക? നാവിലാണ് വയ്ക്കുക അല്ലേ? നാവ് 2.5 ഇഞ്ച് നീളേ ഉള്ളൂ. 6 രസങ്ങളെ അറിയാനുള്ള ഗുണമുണ്ട്. അപ്പം അതുകൊണ്ട് അതിനെ ജ്ഞാനേന്ദ്രിയമെന്നും കർമ്മേന്ദ്രിയമെന്നും പറയും. ഭക്ഷണം ഭുജിക്കുന്ന സമയത്ത് അത് കർമ്മേന്ദ്രിയമാണ്, വാക്ക് വധിക്കുന്ന സമയത്ത് അത് കർമ്മേന്ദ്രിയമാണ്. ഭക്ഷണം രുചിക്കുമ്പോൾ അതിൻ്റെ രുചി അറിയുന്നത് അത് ജ്ഞാനേന്ദ്രിയമാണ്. നമ്മളാരും പറയാതെ തന്നെ നമ്മുടെ നാവിലെ ഇങ്ങനെ ജലമുകുളങ്ങൾ എല്ലാ സമയത്തും ഇങ്ങനെ ഉണർന്നു പൊങ്ങി നമ്മുടെ ദഹനേന്ദ്രിയത്തെ പ്രവർത്തിപ്പിക്കുന്നത് നമ്മളാരും കൽപ്പിച്ചിട്ടല്ല. പ്രാണാവൈ സത്യം തേഷാമേഷ സത്യം. അപ്പോൾ ഈ ശരീരധർമ്മത്തെയാണ് അവർ ആലോചിച്ചത്. അതുകൊണ്ട് അവർ പറയുകയാണ്, ഭൂമിയിലെ സർവ്വ ജീവരാശികളിലും വെച്ച് മനുഷ്യനാണ് ഏറ്റവും ഉത്കൃഷ്ടൻ. എന്താ കാരണം? എല്ലാ ജീവരാശികളും ഭൂമിക്ക് സമാന്തരമായിട്ടല്ലേ, നട്ടല് പരത്തിക്കൊണ്ടല്ലേ സഞ്ചരിക്കുക. മനുഷ്യൻ മാത്രമാണ് ലംബമായിട്ട് സഞ്ചരിക്കുക അല്ലേ? അപ്പോൾ സൃഷ്ടികളിൽ വെച്ച് മനുഷ്യനാണ് ഉത്കൃഷ്ടനായിട്ടുള്ള ആൾ. അപ്പോൾ ആ മനുഷ്യൻ്റെ ഉത്കൃഷ്ടത എങ്ങനെയാണ് പുറത്തു കൊണ്ടുവരിക? ശ്രീനാരായണ ഗുരുദേവൻ പറയും, അവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ
അപരന്നു സുഖത്തിനായി വരേണം. പരോപകാരാർത്ഥമിതം ശരീരം. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണപരമായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജന്മം. അപ്പോൾ ഈ മനുഷ്യജന്മം വളരെ അമൂല്യമാണ്. അനേക ജന്മസംപ്രാപ്തോ, അനേക ജന്മങ്ങളായി ആർജിച്ച സുഹൃത ഫലമാണ് ഭഗവാനെ ആശ്രയിക്കാനുള്ള ബുദ്ധി വരുന്നത്. ഒരാന ഭഗവാനെ തൊഴുതു എന്ന് പറയാൻ പറ്റില്ല. അത് അപ്പുറത്ത് നിൽക്കുന്ന വടിയെടുക്കുന്ന ആളുടെ ശാസനയാണ്. നമ്മളങ്ങനെയല്ല, നമ്മൾ അറിഞ്ഞാണ് ചെയ്യുക, അല്ലേ? നമ്മൾക്ക് ആരും പരപ്രേരണ വേണ്ട. ഭഗവാനെ കണ്ടാൽ കൈകൂപ്പാൻ, ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കാൻ, ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കാൻ, ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കാൻ, ധ്യാന ശ്ലോകങ്ങൾ ഉച്ചരിക്കാൻ, ഇതൊന്നും പരപ്രേരണയുടെ ആവശ്യമില്ല. അത് നമ്മുടെ ഉള്ളിൽ ഭഗവാനാണ് നമ്മുടെ ഏറ്റവും പ്രിയതമൻ എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നമ്മളിൽ സ്വാമിജി പറഞ്ഞതുപോലെ തന്നെ പ്രേമഭാവം വരും. അങ്ങനെ ആ കൃപ, മൈത്രി മുതലായിട്ടുള്ള ഭാവങ്ങൾ, ഉപേക്ഷ ആരിലാണ്? ഭഗവാന്റെ ഭക്തന്മാരോട് ഒരിക്കലും ശ്രദ്ധയില്ലാണ്ട് നിന്ദിക്കുന്നവർ, ഭഗവാനെ നിന്ദിക്കുന്നവരെ, ഭഗവാന്റെ ഭക്തന്മാരെ നിന്ദിക്കുന്നവർ, ഭാഗവത്തെ നിന്ദിക്കുന്നവർ, ഇതര പുരാണങ്ങളെ കേൾത്തുന്നവർ, ഇങ്ങനെ പലതരത്തിലും നമ്മളെ മാറ്റി നിർത്തുമ്പോൾ അവരോട് നമുക്ക് ഉപേക്ഷയുണ്ടായിരിക്കണം. അവരോട് നമ്മൾ സംഘം ചെയ്യാൻ പാടില്ല. അതാണ് നമുക്ക് വേണ്ട ഗുണം. ഇതിനുവേണ്ടി ധർമ്മോത്തര മഹാരാജാവിനോട് യുധിഷ്ഠിര മഹാരാജാവ് എങ്ങനെയാണോ ഭീഷ്മപിതാമകനോട് ചോദിച്ച സമയത്ത് നമ്മളെല്ലാം ലോകത്ത് ജീവിക്കും എങ്ങനെയാണെന്നുള്ളതിനൊരു ചെറിയ കഥ പറഞ്ഞു കൊടുത്തു അദ്ദേഹം. അനേക കഥകളാണ്. ഇതിനുദാഹരണമായി ചൊല്ലാറുണ്ട് ഈ പഴങ്കഥ. ഓരോ കഥകളാണ് പറഞ്ഞു കൊടുക്കുക. പ്രത്യുൽപ്പന്നമതി, ദീർഘദർശി, ദീർഘകായൻ എന്ന് പറയുന്ന 3 മത്സ്യരാജാക്കന്മാരുടെ കഥ പറഞ്ഞു കൊടുത്തു. എന്താണ് കഥ പറയാൻ കാരണം? അത് വേറൊന്നും കൊണ്ടുമല്ല, നമ്മൾ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് എപ്പോഴും ദീർഘദർശികളെ പോലെ ആയിരിക്കണമെന്ന് പറയാം. 3 മത്സ്യരാജാക്കന്മാർ. ആ മത്സ്യരാജാക്കന്മാരെന്താണ് ചെയ്തത്? എല്ലാ സമയത്തും ജലാശയത്തിൽ ഇങ്ങനെ തൻ്റെ മക്കളോടുകൂടി ജീവിക്കുമ്പോഴാണ് കർഷകരെ വയലേലകളിലേക്ക് ജലത്തെ ഒഴുക്കി കൊണ്ടുപോയത്. അപ്പോൾ ആ ദീർഘദർശി പറഞ്ഞു, നാളെ വെള്ളമില്ലാണ്ടാവും, നമുക്ക് ശ്വാസം കിട്ടാതെ മരിക്കേണ്ടി വരും, ജലം താഴ്ന്ന ഭാഗത്ത് അണകെട്ടി നിൽക്കും, അതുകൊണ്ട് അവിടെ പോയി ജീവിക്കാം. അങ്ങനെ പോകുന്ന സമയത്ത് ദീർഘദർശി തൻ്റെ ഭാര്യയും മക്കളെയൊക്കെ വിളിച്ചു പോകുമ്പോൾ പ്രത്യുൽപ്പന്നവതിയും ദീർഘകായനും എന്നെല്ലാം പറഞ്ഞു. ഇവിടെ തന്നെ നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ താമസിച്ചിരുന്നതല്ലേ, എല്ലാ വേനലറുതിയിലും വെള്ളം ഇല്ലാണ്ടാവും, പിന്നെയും മഴ പെയ്യുമ്പോൾ വെള്ളം ഉണ്ടാവാറില്ലേ, അപ്പോൾ അതുപോലെ ഇവിടെ തന്നെ കഴിയാമല്ലോ, അങ്ങനെ വിചാരിച്ചു. പക്ഷേ വെള്ളം കുറഞ്ഞപ്പോഴോ കർഷകർ ധാരാളം മത്സ്യങ്ങളെ കണ്ട് തൻ്റെ കോർബയിൽ അവയെല്ലാം കുത്തിക്കയറ്റുകയാണ്, ശൂലത്തിൽ കുത്തിക്കയറ്റുന്നത് പോലെ. അപ്പോഴാണ് ദീർഘകായൻ അടിത്തട്ടിൽ പോയി കിടന്നു. പക്ഷേ അവനെ ആഴ്ന്ന് തൻ്റെ കോർബയിൽ കോർത്തെടുത്തു. എല്ലാ മത്സ്യങ്ങളെയും കിട്ടിയപ്പോൾ നല്ല ജലത്തിൽ കൊണ്ടുവന്ന് അങ്ങ് കഴുകുമ്പോഴാണ് അതിന് വലിയൊരു മത്സ്യം ചാടിപ്പോയി. അതാരായിരുന്നു? പ്രത്യുൽപ്പന്നമതിയായിരുന്നു. ഉണ്ണി, യുധിഷ്ഠിര, ഇതുപോലെ ദീർഘദർശികൾ ഒരിക്കലും ചെളിക്കള്ളം കുടിക്കാതെ, കലക്ക വെള്ളം കുടിക്കാതെ, എന്നും ശുദ്ധജലത്തിൽ എങ്ങനെയാണോ കാലം അനുകൂലമാക്കി എടുക്കേണ്ടതെന്ന് കണ്ടുകൊണ്ട് ജീവിക്കും. പ്രത്യുൽപ്പന്നമതികൾ അപ്പോൾ ആപത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കഴിയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കും. പക്ഷേ ദീർഘകായൻ എന്താണ് ചെയ്തത്? ഇവിടെ തന്നെ സുഖമാണ്, ഇവിടെ തന്നെ സുഖമാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരിക്കലും ഇവിടെ നമുക്ക് ദുഃഖം മാത്രമാണ് ബാക്കി നിൽക്കുക. കലക്ക് വെള്ളം കുടിക്കേണ്ടിയും വന്നു, മരണത്തെ വരിക്കേണ്ടിയും വന്നു. ഇതുപോലെയാണ് നിങ്ങൾക്ക് അന്ന് വിതുരൻ്റെ വാക്ക് കേട്ടത് കൊണ്ട്, നീ മനസ്സിലാക്കിയത് കൊണ്ട് അന്ന് അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമായത്. ഇങ്ങനെ ഓരോ കഥകളും യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുരാണങ്ങൾ, ഇതിഹാസങ്ങളെല്ലാം ഏത് ഭാഷയിലാണ്? സംസ്കൃത ഭാഷയിലാണ്. ഒരു രാജ്യത്ത് എല്ലാവിധത്തിലും ആയുർവേദ ശാസ്ത്രമായാലും അസ്ട്രോണമി, ജ്യോതിഷ ശാസ്ത്രമായാലും എല്ലാം രചിച്ചിരിക്കുന്നത് ശ്ലോകരൂപത്തിലാണ്. അപ്പോൾ രാജ്യത്ത് എല്ലാ കൃതികളും രചിക്കാൻ ഋഷിമാർ കവികളായിരുന്നു, ക്രാന്തദർശികളായിരുന്നു. അങ്ങനെ കവിത്വമുള്ള പാരമ്പര്യമായിരുന്നു. അങ്ങനെ ഭാരതഋഷിമാർ രചിച്ചതെല്ലാം ദേവഭാഷയിലും സംസ്കൃത ഭാഷയിലുമാണ്. പക്ഷേ ഒരു രാജ്യത്തെ തകർക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ സംസ്കാരം ഏത് സാഹിത്യത്തിലാണോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഷയെ തകർക്കണം. അപ്പോൾ അതിനുവേണ്ടി സംഘടിതമായിട്ടുള്ള ആൾക്കാർ നമ്മൾ സംസ്കൃതം പഠിക്കേണ്ട, സംസ്കൃതത്തിനൊന്നും പ്രാധാന്യം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം മംഗല ഭാഷ പഠിച്ചു. എല്ലാ ഭാഷകളും പ്രത്യേകതയാണ്, പഠിക്കാൻ വിരോധമൊന്നുമില്ല. എല്ലാ പ്രാദേശികമായിട്ടുള്ള ഭാഷകളും പഠിക്കാം, എല്ലാ രാജ്യഭാഷകളും പഠിക്കാം. പക്ഷേ സംസ്കൃതം എന്ന് പറയുന്നത് സർവഭാഷകളുടെയും മാതാവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ നല്ല നല്ല പ്രാർത്ഥനകളെല്ലാം സംസ്കൃത ശ്ലോകങ്ങളാണ്. അതെല്ലാം നമ്മൾ ഉപനിഷത്തിൻ്റെ മംഗള പ്രാർത്ഥനകളെല്ലാം പഠിക്കാനിടവന്നാലാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കുക. ഇനി നമുക്ക് 1-2 കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ പാരായണത്തിലേക്ക് കിടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ഏറ്റുചൊല്ലുക, നിവർന്നിരുന്ന് ഭഗവാന്റെ ഒരു കീർത്തനം ചൊല്ലുക.
ഓം ശ്രീകൃഷ്ണ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശരവണഭവായ നമഃ. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നാമജപത്തിൽ മുഴുകാതാർക്കും ഈശനിലെത്താനാവില്ല. ഭക്തിരസത്തിൽ ലയിക്കാതാർക്കും മുക്താവസ്ഥ ലഭിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധർമ്മം ദയയും കൂടാതെ സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും